SKSSFിൻ്റെ പ്രഥമ സംസ്ഥാന ജനറൽ സെക്രട്ടറി, ആദർശത്തിലൊരു വിട്ടുവീഴ്ചയുമില്ലാതെ ഈ പ്രസ്ഥാനത്തെ, ഈ ഉമ്മത്തിനെ, സമസ്തയുടെ പ്രവർത്തകന്മാരെ മുന്നിൽ നിന്ന് നയിക്കുന്ന നമ്മുടെ തേരാളി പ്രിയപ്പെട്ട ഉസ്താദ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഈ സമർപ്പണം സെഷനിൽ അധ്യക്ഷ ഭാഷണം നിർവഹിക്കുന്നു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസിൻ ബിറല്ലാഹി അമ്മാ ബഅദ്. ഏറെ ആദരണീയനായ SKSSFിൻ്റെ ദീർഘകാലത്തെ അധ്യക്ഷൻ ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ അവർകളെ, ആദരണീയനായ സയ്യിദ് അബ്ദുൾ റഷീദ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാന്യനായ ഏലംകുളം ബാപ്പു മുസ്ലിയാർ, സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങൾ, പ്രിയങ്കനായ ദമാം ഇസ്ലാമിക് സെൻറ്ററിൻ്റെ, സർവോപരി സൗദി ഇസ്ലാമിക് സെൻറ്ററിൻ്റെ ട്രഷറർ ഇബ്രാഹിം മുഹമ്മദ് ഷരി, ആദരണീയനായ KP ബാപ്പു ഹാജി സാഹിബ്, ആദരണീയനായ ഗ്ലോബൽ SISയുടെ ജനറൽ സെക്രട്ടറി അലവിക്കുട്ടി ഒളവട്ടൂർ, പ്രിയങ്കനായ സയ്യിദ് മുബഷർ ശിഹാബ് തങ്ങൾ, ആദരണീയനായ സയ്യിദ് ഹാഷിർ ശിഹാബ് തങ്ങൾ, പ്രിയങ്കനായ മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറിൻ്റെ സഹപ്രവർത്തകനായ ഡോക്ടർ മുഹമ്മദ് നാട്ടിക ഉൾപ്പെടെയുള്ള ഒട്ടനവധി വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഈ സ്റ്റേജിലുണ്ട്. ആദരണീയരായ സഹോദരന്മാരെ, അനുഗ്രഹീതമായ നമ്മുടെ ഈ സംസ്ഥാന സംഗമത്തിൽ കാലത്ത് മുതൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സ്നേഹനിധികളായ SKSSFിൻ്റെ പ്രിയപ്പെട്ട പൊന്നനുജന്മാരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഈ സെഷൻ ഇത്തിരി വൈകിക്കൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിശ്ചിത സമയത്തിലും അധികം വേഗം ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ഏതാനും കഴിവുറ്റ പ്രഭാഷകരും സെലക്ട് ചെയ്യപ്പെട്ട യുവ പണ്ഡിത സുഹൃത്തുക്കളും സംസ്ഥാന കമ്മിറ്റിയുടെ ആദർശ വിങ്ങിൻ്റെയും അതുപോലെ തലബ വിങ്ങിൻ്റെയും കീഴിൽ പരിശീലനം പൂർത്തിയാക്കി വന്നിരായ പ്രസിഡന്റ് തങ്ങളവറുകളിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങി ഇരിക്കുന്ന ഈ സദസ്സിൽ ഏതാനും വാക്കുകൾ മാത്രം പറയട്ടെ. നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ വിവിധ തരം ആളുകളുണ്ട്. ഹിന്ദു സഹോദരങ്ങളുണ്ട്, ക്രൈസ്തവരുണ്ട്, മറ്റ് മതവിഭാഗങ്ങളുണ്ട്, മതനിഷേധികളുണ്ട്, ലിബറൽ ചിന്താഗതിക്കാരുണ്ട്. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ ഖാദിയാനി പോലുള്ള വിഭാഗങ്ങളുണ്ട്. ബിദഅത്തിലേക്ക് അകപ്പെട്ട വഹാബി പ്രസ്ഥാനമുണ്ട്, അതിൻ്റെ വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുണ്ട്, തബ്ലീഗ് ജമാഅത്തുണ്ട്. ആത്മീയ മേഖലയിൽ വഴിതെറ്റിയ വ്യാജ സിദ്ധന്മാരും വ്യാജ ആത്മീയ നേതാക്കന്മാരും അവരുടെ അനുയായികളുമുണ്ട്. ഇങ്ങനെ വിവിധ തട്ടുകളിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ സമൂഹത്തിലാണ് നമ്മൾ പ്രവർത്തിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട പൊന്നനുജന്മാർ, കഴിഞ്ഞ 3.5 പതിറ്റാണ്ട് കാലം നമ്മുടെ നേതൃത്വം വരച്ച് കാണിച്ച മാർഗത്തിലൂടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആദർശത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിക സമൂഹത്തിൻ്റെ മുന്നേറ്റത്തിൽ ഗണനീയമായ പങ്ക് വഹിച്ചിട്ടുള്ളത് അവിതർക്കിതമായൊരു സത്യമാണെന്ന് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്, അനുസ്മരിക്കുന്നുണ്ട്. പ്രഭാഷകന്മാരായി ആദർശത്തിന് വേണ്ടി പുറത്തിറങ്ങുന്ന സുഹൃത്തുക്കളോടും എൻ്റെ പ്രിയപ്പെട്ട ആദർശബോധമുള്ള സമസ്ത കേരള ജമിയത്തൊക്കെ എന്നും താങ്ങും തണലും സപ്പോർട്ടുമായി നിന്ന ചുറുചുറുക്കുള്ള SKSSFിൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരോട് സ്നേഹാദരപൂർവ്വം അപേക്ഷിക്കാനുള്ളത്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്നത്
ഇസ്ലാമിൻ്റെ സത്യസന്ധമായ രൂപമാണ്. ഇസ്ലാമിൻ്റെ കളങ്കമില്ലാത്ത ഒറിജിനൽ മാർഗമാണ്. വളരെ കൃത്യമായി പ്രവാചക തിരുമേനി നബിയുൽ മുസ്തഫ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർകളും തൻ്റെ അനുചരന്മാരും കൈമാറി തന്ന ആ പരിശുദ്ധമായ മാർഗം പാരമ്പര്യമില്ലാതെ കളങ്കമില്ലാതെ കൊണ്ടു നടക്കുകയും പ്രബോധനം ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആ പരിശുദ്ധ മാർഗമാണ് സുന്നത്ത് ജമാഅത്ത്. ആ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്തു പോകുക എന്ന് പറഞ്ഞാൽ ആ പരിശുദ്ധമായ മാർഗത്തെ വികൃതമായി ചിത്രീകരിക്കുക എന്നതാണ്. ഇസ്ലാം അള്ളാഹുവിൻ്റേതാണ്. വളരെ മനോഹരമായ ഒരാദർശ സംഹിത ലോകത്താർക്കും എപ്പോഴും അടുത്തറിഞ്ഞാൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന, ഇന്നും പാശ്ചാത്യൻ രാജ്യങ്ങളിൽ വളരെ വേഗം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പരിശുദ്ധമായ മാർഗം. ആ മാർഗത്തെ വികൃതമാക്കുന്നവരാണ് സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ള ആളുകൾ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വെള്ള പേപ്പർ ഒരു 2 വയസ്സുകാരൻ കുട്ടിയുടെ കയ്യിൽ കൊടുത്തു, ഒരു പേനയും കൊടുത്താൽ, ആ കുട്ടിയോട് എഴുതാൻ പറഞ്ഞാൽ, ചിത്രം വരക്കാൻ പറഞ്ഞാൽ ആ പേപ്പർ എങ്ങനെ വികലമാക്കും? ഇതുപോലെയാണ് ബിദഈ പ്രസ്ഥാനം പരിശുദ്ധമായ സുന്ദരമായ മനോഹരമായ ദീനിൽ കൈവച്ച് അവർക്ക് ആവശ്യമുള്ളത് വെട്ടിമാറ്റുകയും ആവശ്യമില്ലാത്ത കൂട്ടിച്ചേർക്കുകയും പലതും വികൃതമാക്കി ചിത്രീകരിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന ദീനാക്കി ഈ ദീനിനെ വികൃതമാക്കുന്ന അതിഭീകരമായ പ്രവർത്തനമാണ് ബിദഈ പ്രസ്ഥാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ അടുക്കൽ അത്യന്തം ഭീകരമായ വിഷയമാണത്. ഒരു മനുഷ്യൻ നിസ്കരിക്കാതെ, നോമ്പെടുക്കാതെ, സക്കാത്ത് കൊടുക്കാതെ, ഹജ്ജ് ചെയ്യാതെ, വിലക്കപ്പെട്ട വ്യഭിചാരവും പലിശയും എല്ലാ തിന്മകളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന് വലിയ തെറ്റുകാരനാണ്, ദുർമാർഗിയാണ്. പക്ഷെ അതിനേക്കാൾ അപകടകാരിയാണ് ദീൻ വികൃതമാക്കുന്ന ബിദഈ പ്രസ്ഥാനത്തിൽ അകപ്പെട്ടവർ എന്ന് സലഫ് സ്വാലിഹീങ്ങൾ ഏകകണ്ഠമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വളരെ വികൃതമായ ആശയം വെച്ച് പുലർത്തുന്ന ആളുകളായതുകൊണ്ട്, ദീൻ അപകടപ്പെടുത്തുന്ന ആളുകളായതുകൊണ്ട് അവരുമായി സഹവസിക്കുകയും അവരുമായി ആത്മബന്ധം പുലർത്തുകയും ചെയ്യുന്നത് അപകടം ചെയ്യുമെന്ന് എല്ലാവരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഒരു ബഹുസ്വര സമൂഹത്തിൽ നമുക്ക് എല്ലാ വിഭാഗങ്ങളും, ഇപ്പം ക്രൈസ്തവ സുഹൃത്തുക്കൾ, ഹിന്ദു സുഹൃത്തുക്കൾ, അതുപോലുള്ള മറ്റ് മതവിഭാഗങ്ങൾ, അതിൽ മുസ്ലിങ്ങൾ അകപ്പെടാൻ സാധ്യതയില്ല. എന്നാൽ ഇസ്ലാമിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന ബിദഈ പ്രസ്ഥാനങ്ങൾ അവർ മനോഹരമായ ആകർഷകമായ വാഗ്ദാനങ്ങളുടെയും ശൈലികളിലൂടെയും നമ്മൾ ആളുകളെ ആകർഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. കാരണം ഇസ്ലാമാണ് അവർ പറയുന്നത്. പെട്ടെന്ന് അതിൽ ആകർഷിക്കപ്പെടാൻ ഇടയുണ്ട്. അതുകൊണ്ടാണ് മഹാന്മാരായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ സലഫു സ്വാലിഹീങ്ങളായ പണ്ഡിതന്മാർ തൊട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉൾപ്പെടെയുള്ള സംഘടനകളും ബിദഈ പ്രസ്ഥാനത്തിൻ്റെ ആളുകളിൽ നിന്ന് അകന്നു നിൽക്കണമെന്ന പ്രഖ്യാപിതമായ നിലപാട് സ്വീകരിച്ചതും ഇക്കാലം അത്രയും അത് പ്രാവർത്തികമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതും. ഇത് വേണമെന്ന് തെളിയിക്കുന്ന, ഇതിൻ്റെ ഗൗരവം തെളിയിക്കുന്ന ഒരു ഹദീസാണ് സ്വഹീഹുൽ ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. മസലുൽ ജലീസി സ്വാലിഹി വൽ ജലീസി സൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സദ്വൃത്തരായ നല്ല ആളുകളുമായി കൂട്ടുകൂടുന്ന ആളുകളുണ്ട്, ഇത്തരം ദുഷിച്ച ആളുകളുമായി കൂട്ടുകൂടുന്ന ആളുകളുണ്ട്. ദുഷിച്ച ആളുകൾ 2 വിധമാണ്. ഒന്ന് തെമ്മാടികൾ, മറ്റൊന്ന് ബിദഈ ചിന്ത വെച്ച് പുലർത്തുന്ന ആളുകൾ. ഇതിനൊരു 2 ഉദാഹരണം തങ്ങൾ പറഞ്ഞു. നല്ലവരോട് കൂട്ടുകൂടി അവരുമായി ബന്ധം സ്ഥാപിച്ച് പോകുന്ന ആളുകൾ കഹാമിൽ മിസ്ക്, കസ്തൂരി കൊണ്ട് നടക്കുന്ന ആളെ പോലെയാണ്. നല്ല സുഗന്ധം ഒരാളെ കയ്യിലുണ്ട്. ഇമ്മാ യുഹദിയാക്ക, ആ കസ്തൂരി കച്ചവടക്കാരൻ ഒരു പക്ഷേ നിനക്ക് സാമ്പിളിന് കുറച്ച് തരും. വൈമാൻ തബുത്താമിന്നു, ഒന്നുകിൽ നിനക്ക് കാശ് കൊടുത്ത് വാങ്ങാം. അയാളുമായി ബന്ധപ്പെട്ടാൽ, ഇല്ലെങ്കിൽ ഇമ്മാൻ തജിദ് റീഹൻ തൊയ്യബാൻ, നല്ല സുഗന്ധം ആസ്വദിച്ചവിടെ നിൽക്കുക. എന്താ നഷ്ടമല്ല, ലാഭമാണ്. നേരത്തെ ദുഷിച്ച കൂട്ടുകാരോട് കൂട്ടുകൂടിയാൽ കഹാമിലിൽ നാഫിഹിൽ കീർ, ഇരുമ്പിൻ്റെ ഒലയിൽ പ്രവർത്തിക്കുന്ന, തീയിലിട്ട് ഇരുമ്പ് ചൂടാക്കി പഴുപ്പിച്ച് പണിയെടുക്കുന്ന
ഈ ഇരുമ്പിൻ്റെ പണിക്കാരുണ്ട്, തട്ടാനെ പോലുള്ള ആളുകൾ, അത്തരം ആളുകൾ പോലെയാണ്. അവനോട് കൂട്ടുകൂടിയാൽ ഇമ്മായി സിവാബക്കാന്നിൻ്റെ വസ്ത്രം കരിച്ചു കളയും, ആ തീപ്പൊരി ഇങ്ങനെ പാറും. ഈ ഒന്നുമില്ലെങ്കിൽ തന്നെ ഇമ്മാൻ റിഹൻ കരിഹ, ദുഷിച്ച വാസന കൊടുത്ത് കേൾക്കാൻ സാധിക്കുക, അനുഭവിക്കാൻ സാധിക്കുക. ഇത് വളരെ കൃത്യമാണ്. ബിദഈ പ്രസ്ഥാനങ്ങളുമായി നമ്മൾ ബന്ധപ്പെട്ടാൽ അവരെ ആശയം നമ്മളിലേക്ക് കടന്നു വരികയല്ലാതെ ഒരു കാരണവശാലും നമുക്ക് അതുകൊണ്ട് പ്രയോജനം കിട്ടില്ല. അത് അത്യന്തം അപകടകരമാണെന്ന് എല്ലാ മഹാത്മാക്കളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രബോധന രംഗത്ത് നമ്മുടെ രാജ്യത്ത് എന്തൊക്കെ ചുറ്റുപാടുകളും സാഹചര്യം ഉണ്ടെങ്കിലും ചില പരിമിതികളൊക്കെ നമ്മൾ കണക്കിലെടുക്കേണ്ടി വരും. ആ പരിമിതികൾ മാറ്റിവെച്ചാൽ ഒരു കാരണവശാലും ബിദഈ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെടരുത്, അവരുടെ പരിപാടികൾ പോകരുത്, അവരെ കൂട്ടിക്കൊണ്ട് പരിപാടികൾ സംഘടിപ്പിക്കരുത് എന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ പ്രഖ്യാപിത നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ എക്കാലവും നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും അതിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നും ആത്മാർത്ഥമായി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.